കണ്ണും മനസ്സും കീഴടക്കുന്ന ദൃശ്യവിരുന്നിന്റെ തോരാ പെരുമഴ ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വരുന്നത് മലയാള സിനിമയില് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച ഗായിക. So let's welcome the very beautiful Sayonara Philip. എന്തായാലും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഐശ്വര്യമായിട്ട് എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. റെഡി അല്ലേ? ഭയങ്കര സന്തോഷവതിയായിട്ടാണ് ഇറങ്ങി വന്നത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? പൊതുവെ അങ്ങനെയാണ് മൂഡ്. ഇടക്ക് മാറുമ്പോ മാത്രം മോശമായിട്ടേ ആവും. പക്ഷെ ഞാൻ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പല ഇന്റർവ്യൂസും ഒക്കെ കാണുമ്പോഴും എപ്പോഴും ഭയങ്കര ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ഒരാളെയാണ് കണ്ടിട്ടുള്ളൂ. ആ മൂഡ് ഓഫ് കാണാൻ നമ്മൾ ഇതുവരെ ഒരു ഇട വന്നിട്ടില്ല. എല്ലാവരും ഉണ്ടാവല്ലോ അങ്ങനത്തെ ഒരു സൈഡും. അതെ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും കാണുമ്പോൾ അങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ട് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് ചിരിക്കുന്ന സംസാരിക്കുന്ന അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാണ്ടിരിക്കുന്നതാ നല്ലത്. മറ്റത് വേറൊരു രൂപമുണ്ട്. അതെ, അത് വേണ്ട, അത് നമുക്ക് വേണ്ട. അത് വീട്ടില് നമ്മുടെ ഹസ്ബൻഡ് പേരെന്തായിരുന്നു? ആഷ്ലിയുടെ അടുത്ത് മാത്രം മതി. ശരി. റെഡ് കാർപ്പറ്റിൽ ഇനി വരാൻ പോകുന്ന അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ, ഏകദേശം ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മാപ്പിളപ്പാട്ട് രംഗത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കഥകളും അത്രയും വിശേഷങ്ങളും നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹീത കലാകാരിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സുലേഖ ബഷീർ. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചേച്ചി. അപ്പൊ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ആ ഒരു രംഗത്ത് 25 വർഷമായിട്ട് സജീവമാണ് അല്ലെ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ ഒരു കലാരൂപമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സിനിമാ പാട്ട് പോലെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരുന്നു മാപ്പിളപ്പാട്ടിൽ. ആക്ച്വലി എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലങ്ങളിൽ ആൾക്കാര് ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ഗൾഫിൽ നിന്ന് ഇവിടെ ആയിരിക്കും പ്രിയതമ ഉണ്ടാവുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പാർട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതെ, അങ്ങനെയായിരിക്കും ഇത് അങ്ങ് ആൾക്കാരിലേക്ക് കുറച്ചുകൂടി ജനകീയമായത് അല്ലേ? സായയുടെ ഒരു സംഗീത ജീവിതത്തിൽ മാപ്പിളപ്പാട്ടുമായിട്ട് ഒരു റിലേഷൻ ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ മാപ്പിളപ്പാട്ടിന് എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അറിയില്ല, ചെറുപ്പത്തില് കേട്ടിട്ട് കാസറ്റ് ഉണ്ടാവാം. അപ്പൊ കാസറ്റ് കേട്ടിട്ട് എഴുതിയെടുക്കുന്നതാ. എനിക്ക് തോന്നുന്നു കുറെ വൃത്തങ്ങളുടെ ഒക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ അതിൽ കുറെ പ്രാസങ്ങള് ഒപ്പിച്ചിട്ട് അത് ഞാൻ അറിഞ്ഞു. അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ കമ്പി, ഇങ്ങനെയൊക്കെയാണ് മാപ്പിളപ്പാട്ടിന്റെ പ്രാസങ്ങൾ. ആ പ്രാസ നിയമങ്ങൾ ഒപ്പിച്ചുകൊണ്ടാണ് ആ പാട്ടുകൾ എഴുതാം. മലയാളത്തിലെ വൃത്തങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ്. വൃത്തങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ സോങ്ങിന്റെ പോലെ തന്നെ ഒരുപാട് പഠിക്കാനുള്ള ഒരു പാട്ടാണ്. അതെ അതെ അതെ. അപ്പൊ ഈ മറ്റേ സിനിമയിലെ പാട്ടില്ലേ മാണിക്ക, അത് ശരിക്കും മലയാളീകരിച്ച് മാപ്പിളപ്പാട്ടാണോ? അത് ആദ്യത്തെ ഒരു ഓൾഡ് മാപ്പിളപ്പാട്ട്, കല്യാണപ്പാട്ടാണ്. മൂവി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? മൂവി എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു ഓമനത്വത്തോട് കൂടി വിളിക്കില്ലേ? അപ്പൊ എന്താ പറയാ, പോലെ തന്നെ. പുതിയ വേർഷൻ കുറച്ച് സ്ലോ ആണ്. അത് കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് അങ്ങനെയാണ് അവര് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ വരികളൊക്കെ സെയിം ആണ്. കറക്റ്റ് ആണ് വരികളൊക്കെ. മാപ്പിളപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ ഓർമ്മകൾ അല്ലേ, സ്കൂളില് പാടിയതും അതിന്റെയൊക്കെ കോമ്പറ്റീഷൻ അധികവും ഈ മറ്റേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഈ മാപ്പിളപ്പാട്ട് ഐറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഈ കാസറ്റ്സ് വാങ്ങിച്ച് കരയാനും പറയാനും ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പൊ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പെർഫോമൻസിലേക്ക് കടക്കാൻ പോകുന്നത്. കൂടെ വന്നിരിക്കുന്ന ഹസ്ബൻഡ് അല്ലേ, അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം. നമസ്കാരം. അവർ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് താങ്കൾക്ക് മാപ്പിളപ്പാട്ടിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ? പാടാൻ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് കഴിവ്. യാതൊരു കഴിവില്ല. പേര് ബഷീർ. ഓക്കെ. അപ്പോ ആസ്വാദനം ആണ് മെയിൻ ആയിട്ട്. കലാപരമായിട്ട് ആകെ ചെയ്യുന്നത് വരയ്ക്കും. പിന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യാ, പാടിത്തരാനുള്ള ആളുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ഇനി മേജർ ഒരു പെർഫോമൻസ് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.
ദീപം കണ്ണു മറഞ്ഞ് റൗള ശരീഫിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്ത് എമ്പിടും സ്വല്ലല്ലാഹു സലാം അലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ണു മറഞ്ഞ് റൗള ശരീഫിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അമ്പരതട്ടുകളേഴും പാറിയ കൺമണി കൻസുൽ മക്ബിയ, ആകെ ചരാചരം സൃഷ്ടിക്കുവാൻ കാരണഭൂതര മക്ബിയ. അമ്പരതട്ടുകളേഴും പാറിയ കൺമണി കൻസുൽ മക്ബിയ, ആകെ ചരാചരം സൃഷ്ടിക്കുവാൻ കാരണദൂതര മക്ബിയ. ഇമ്പനീതി റഹ്മത്തുല്ലിൽ ആലമീന ഹമിയ, ഇന്നും നാളെയും എന്നും കടാക്ഷം തന്നരുളും ശുഭാശിയ. മുത്തൊളി നൂറുള്ള നബി മുസ്തഫ സല്ലല്ലാഹ്, നിസ്തുല്യത്തിരു തരുളാം നബിയെ നബിയെ സ്വർഗത്തണിയേ. അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്ത് എമ്പിടും സ്വല്ലല്ലാഹു സലാം അലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ണു മറഞ്ഞ് റൗള ശരീഫിന്റെ ദിക്ക് മദീനത്തെ കൊന്നെത്തിക്കേണമേ. മരതകപ്പെട്ടതിലാവൃതമാക്കിയ മനസ്സിലെ റൗള ശരീഫാണ്. മാലോകത്തിൽ നിന്നു മലക്കുകൾ കാലോലിച്ചൊരു നൂറാണ്. മരതകപ്പെട്ടതിലാവൃതമാക്കിയ മനസ്സിലെ റൗള ശരീഫാണ്. മാലോകത്തിൽ നിന്നു മലക്കുകൾ കാലോലിച്ചൊരു നൂറാണ്. തരുണിയാമി നബി പ്രസവിച്ച അരുമപ്പൂവിൻ വീടാണ്. തെന്നൽ സഭാവറിൻ ദീപസുഗന്ധം സന്തതമരുളും ഷൗക്കാണ്. സത്യറസൂലുള്ള നബി മുസ്തഫ സല്ലല്ലാഹ്, നിസ്തുല്യത്തിരു തരുളാം നബിയെ നബിയെ സ്വർഗത്തണിയേ. അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്ത് എമ്പിടും സ്വല്ലല്ലാഹു സലാം അലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ണു മറഞ്ഞ് റൗള ശരീഫിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്ത് എമ്പിടും സ്വല്ലല്ലാഹു സലാം അലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ണു മറഞ്ഞ് റൗള ശരീഫിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അടിപൊളിയായിരുന്നു. നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. വരൂ, നമുക്ക് നമ്മുടെ ചേച്ചീനെ സമ്മാനമൊക്കെ കൊടുക്കാനുള്ളതാണ്. ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെ കണ്ടിട്ട്. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ എത്താൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയതിനും. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ വക വലിയൊരു താങ്ക്സ് ഈ ഒരു വേദിയിൽ വന്നതിനും, ഒത്തിരി നല്ല പാട്ടുകളും വിശേഷങ്ങളും അതിൻ്റെ കൂടെ കുറേ നല്ല നല്ല വിശേഷങ്ങളും ഞങ്ങളുടെ അടുത്ത് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ വക ഒരു സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു. കൊന്നെത്തിക്കേണമേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു കലാകാരി നമ്മൾ പരിചയപ്പെട്ടു, കുറെ വിശേഷങ്ങൾ കേട്ടു. ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ വൈബ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കലാകാരിയുമായിട്ട് ഞങ്ങൾ വരും. സോ കീപ് വാച്ചിങ് us. This is Red Carpet. Take care and good night.